അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ അടുത്ത മേയറായിട്ട് ഒരു മുസ്ലിം പയ്യൻ 33 വയസ്സുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള പയ്യൻ. ഇന്ത്യൻ വംശജൻ എന്ന് പറയുമ്പം ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഗുജറാത്തികളാണ്. അച്ഛൻ്റെ പേര് മെഹ്മൂദ് മംദാനി, അതുപോലെ അമ്മ മീര നായർ. മീര നായർ എന്ന് പറഞ്ഞാൽ വേൾഡ് ഇൻ്റർനാഷണൽ ഫിലിം മേക്കറാണ്. അതുപോലെ മെഹ്മൂദ് മംദാനിയും മീര നായരും രണ്ടുപേരും ഉഗാണ്ടയിലായിരുന്നു സെറ്റിൽഡ്. 2018 അവർ അമേരിക്കയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 2018 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഇവരുടെ മകനായിട്ടുള്ള സഹ്റാൻ മംദാനി അമേരിക്കൻ ന്യൂയോർക്ക് സിറ്റിയിൽ അവിടുത്തെ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ, അല്ലെങ്കിൽ അവിടുത്തെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മറ്റ് ആരുടെയും എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു പൾസ് അറിഞ്ഞ് അവിടുത്തെ നെക്സ്റ്റ്, ഇപ്പോൾ ഈ 2025 വരാൻ പോകുന്ന നെക്സ്റ്റ് മേയർ ഇലക്ഷനിലോട്ട് 43%, അതായത് പ്രൈമറി ഇലക്ഷനിലെ 43% വോട്ടും കരസ്ഥമാക്കിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. On June 24th, we stand on the verge of a victory that will resonate across the country and the world. Where buses are fast and free. ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടാത്തവരായിട്ട് ആരുമില്ല. കാരണം അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ 10% ജൂതന്മാരുള്ള സിറ്റിയാണ്. അതായത് ജെറുസലേം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്ന സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി. അങ്ങനെ ഒരു സിറ്റിയിൽ ഗാസയ്ക്ക് വേണ്ടി സംസാരിച്ച്, അല്ലെങ്കിൽ ഇറാന് വേണ്ടി സംസാരിച്ചിട്ട് സയനിസ്റ്റ് ഭരണത്തിനെതിരെ സംസാരിച്ച്, ഇസ്രായേലി സയനിസ്റ്റ് ഭരണത്തിനെതിരെ സംസാരിച്ച്, അതല്ലെങ്കിൽ അവർ ഈ കാണിക്കുന്ന വംശഹത്യക്കെതിരെ സംസാരിച്ച് ഒരു മുസ്ലിം പയ്യൻ ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്ന അമേരിക്കൻ സിറ്റിയുടെ മേയർ ആവുക എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കൊക്കെ ഇവിടൊക്കെ പൊള്ളും കുരു പൊട്ടും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ നാട്ടിലിരുന്ന് ഈ ഗോദി മീഡിയയിലും ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഗോദി കുറേ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലുകളിൽ കാണുന്ന വാർത്തകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ മലയാളി വാർത്തകളിൽ പല വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ പല നിഷ്പക്ഷ സംഘ പണിക്കന്മാരും, അതുപോലെ തന്നെ പല പുട്ട് സാമൂഹ്യ അച്ഛന്മാരും, കൂട്ടത്തിൽ പല വിറയൻ എന്താ പറയുക TG ദാസപ്പന്മാരും അതിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത്, അതല്ലെങ്കിൽ ഈ സയനിസ്റ്റ് ഭരണത്തിനെ ഗ്ലോറിഫൈ ചെയ്ത്, സംഘീയ ഭരണത്തിനെ ഗ്ലോറിഫൈ ചെയ്ത്, അതായത് തീവ്ര വലതുപക്ഷ ഭരണങ്ങളെ മാത്രം ഗ്ലോറിഫൈ ചെയ്ത് നടക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഇത് കണ്ട് കണ്ണിൽ മഞ്ഞലച്ചിരിക്കുന്ന കുറേ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ നമ്മുടെ നാടങ്ങ് വിട്ട് കഴിഞ്ഞാൽ, ഇപ്പം അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ഗസ സിറ്റിക്കെതിരെ, അതല്ലെങ്കിൽ ഇറാനെതിരെ, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും, ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ മുസ്ലിം തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല കേട്ടോ, പക്ഷേ മുസ്ലിം അല്ലാതെ ജീവിക്കുന്ന ആൾക്കാർക്കെതിരെയും ഈ ഒരു മുസ്ലിം തീവ്രവാദത്തിൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പടച്ചു വിടുന്ന സകല ആളുകളും കാണേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി പോലത്തെ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള, അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റി, ഏറ്റവും വലിയ സിറ്റികളിലൊന്ന്, ഏറ്റവും കൂടുതൽ ആഡംബരവും ഏറ്റവും കൂടുതൽ പണക്കാരും ഏറ്റവും കൂടുതൽ മൂവി എല്ലാം നടക്കുന്ന സിറ്റിയുടെ നെക്സ്റ്റ് മേയറായിട്ട് ഏറ്റവും കൂടുതൽ വോട്ടിംഗ്, പ്രൈമറി വോട്ടിംഗ് കിട്ടിയിട്ടാണ് സഹ്റാൻ മംദാനി ഇപ്പം മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് വളരെ രസകരമായിട്ടാണ് അവിടുത്തെ സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഈ വലിയ വലിയ പണക്കാരും, അതല്ലെങ്കിൽ ബിൽ ക്ലിൻ്റൺ, അതുപോലെ തന്നെ മറ്റ് പല അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും, അവിടുത്തെ പണത്താപ്പുമാരും, അവിടുത്തെ മുൻ മേയറായി ഉണ്ടായിരുന്ന ആൻഡ്രൂ ക്യുമോക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ് സപ്പോർട്ടോടുകൂടിയും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ആൻഡ്രൂ ക്യുമോ ആരാന്നും കൂടെ അറിയണം. 2011 മുതൽ 2021 വരെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ഗവർണറായിട്ടുണ്ടായിരുന്ന ആളാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. 2021 അയാൾക്കെതിരെ ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്തു. അതായത് റേപ്പ് കേസ് അല്ലെങ്കിൽ ബലാത്സംഗ കേസിലോട്ട് പരാതി വരുന്നു. അതോടുകൂടി റെസിഗ്നേഷൻ ചെയ്യേണ്ടി വരുന്ന ജൂത അമേരിക്കനാണ് നമ്മുടെ ആൻഡ്രൂ ക്യുമോ എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ജൂതന്മാരുടെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് സയനിസ്റ്റ് സപ്പോർട്ടോടുകൂടി ഇത്രയും കാലം അവിടെ ഭരിച്ചു, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേയറാണ് നമ്മുടെ ക്യുമോ. ക്യുമോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും സയനിസ്റ്റ് ഭരണത്തിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ജൂതന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ജൂത അമേരിക്കനാണ് പുള്ളിക്ക് കാലിടറിയത് 2021 കേസായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 4 വർഷം കൊണ്ട് തനിക്കേറ്റിയ പ്രഹരം, തൻ്റെ പ്രതിച്ഛായ ഇല്ലാണ്ടായ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വീണ്ടും ഈ 2025 ഈ ഒരു ഇലക്ഷനിലോട്ട് പുള്ളി സർവാധികം ശക്തിയോടുകൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യാൻ അമേരിക്കയിലെ മുൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കന്മാരും, അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരും, അതുപോലെ തന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ ഫിലിം ഫീൽഡിലുള്ള ആളെടുത്തോ, നിങ്ങൾ പണക്കാരെടുത്തോ, എല്ലാവരും ഈ ക്യുമോനെ സപ്പോർട്ട് ചെയ്തുണ്ടായിരുന്നത്. 100% ജയിക്കും, അല്ലെങ്കിൽ 100% വോട്ടും ക്യുമോക്ക് കിട്ടും എന്നുള്ള
ഒരു സിറ്റുവേഷനിലാണ് പെട്ടെന്ന് പ്രൈമറി വോട്ടിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പം 2011 2016 ക്യുമോക്ക് കിട്ടിയതിനേക്കാളും ഇരട്ടി വോട്ടോടുകൂടി പ്രൈമറി ഇലക്ഷനിൽ തന്നെ ഇരട്ടി വോട്ടോടുകൂടി 43% സൊഹ്റാനിക്ക് കിട്ടിയത്. 33 വയസ്സ് മാത്രമാണ് സൊഹ്റയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എനർജറ്റിക്കാണ് യുവാക്കളുടെ ഇടയിലും മറ്റു മധ്യവയസ്കരുടെ ഇടയിലും അതല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ടാണ് സൊഹ്റോൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നത്. അമേരിക്കയിലെ 1% ആളുകൾക്ക് ഇപ്പം അദ്ദേഹം ഒരു മേയറായിട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയിൽ 1 മണിക്കൂർ ജോലി ചെയ്താൽ $30 മിനിമം വേതനം എന്നുള്ള രീതിയിലോട്ട് അവിടുത്തെ കംപ്ലീറ്റ് പരിഷ്കരണം കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റ് ടാക്സ് ഇനങ്ങളിൽ 2% കൂട്ടി ഇതുപോലെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായുള്ള ആളുകൾക്കും അതുപോലെ ന്യൂയോർക്ക് സിറ്റിയുടെ മറ്റ് ഡെവലപ്മെൻറ്റിനും ആ ടാക്സ് കാശ് കൂടെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞ പല പല പ്രഖ്യാപനങ്ങളോടുകൂടി തന്നെയാണ് പുള്ളി മുന്നോട്ട് വന്നത്. ഗാസയിലെ വംശഹത്യക്കെതിരെ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ, ഇസ്രായേലിനെതിരെ അതല്ലെങ്കിൽ സയനിസ്റ്റ് ഭരണത്തിനെതിരെ എന്നും ശക്തമായിട്ട് സംസാരിച്ചിട്ടുള്ള ആൾ തന്നെയായിരുന്നു നമ്മുടെ സൊഹ്റോ. പക്ഷേ ഇത് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ മറ്റു പല ആളുകളും വിചാരിച്ചു, ഇല്ല, ജൂതന്മാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സിറ്റി ആയിട്ടുള്ള ന്യൂയോർക്കിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ശക്തമായിട്ടുള്ള ആളുടെ നിലപാടും ഉറച്ച നിലപാടുകളും നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിൽ നിന്ന് കാണുന്ന മലയാളികളും മറ്റ് തീവ്ര വലതുപക്ഷക്കാരും പറയുന്ന പോലെ അല്ല പുറത്തുള്ള ജൂതന്മാർ പലരും എന്നുള്ളത് വ്യക്തമാക്കി തരേണ്ടായിരുന്നത്. ഈ 2025 പ്രൈമറി ഇലക്ഷൻ ഇത്രയും % ജൂതന്മാരവിടെ ഉണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് അല്ലെങ്കിൽ അവിടെ മറ്റ് 90% ആൾക്കാരുടെ ഇടയിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് സൊഹ്റാനിക്കായിരുന്നു. 43% വോട്ട്. ഇനി വരാൻ പോകുന്ന കംപ്ലീറ്റ് ഇലക്ഷൻ്റെ കഴിയുമ്പോഴേക്കും 100% നമുക്ക് ഉറപ്പിക്കാം ഈ മുസ്ലിം പയ്യൻ ഇന്ത്യൻ വംശനായില്ല, ഇദ്ദേഹം തന്നെ ആയിരിക്കും അമേരിക്കയുടെ ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അതല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് മുമ്പോട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. സൊഹ്റാൻ മംദാനിക്ക് മറ്റ് എടുത്തു പറയേണ്ട കേരളമായിട്ട് ചെറിയ കണക്ഷനല്ല, ഒരു ട്വീറ്റിലുള്ള കണക്ഷൻ. അതായത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ 2020 ട്രിവാൻഡ്രം മേയറായ സമയത്ത് സൊഹ്റാൻ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ട്വിറ്ററിൽ. അത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടുള്ള ആര്യക്ക് ആശംസകൾ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് പറഞ്ഞ അതേ പയ്യൻ, അതായത് അന്ന് 29 വയസ്സുണ്ടായിരുന്ന ആ പയ്യൻ ഇന്ന് അമേരിക്കയുടെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകാൻ പോവുകയാണ്. അപ്പം അതൊരു കൗതുകം തോന്നി ആ ഒരു വാർത്തയും കൂടെ ഇതിലുണ്ടായതുകൊണ്ട്. അപ്പം ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഈ നമ്മുടെ നാട്ടിൽ ഇസ്ലാമോഫോബിയും അല്ലെങ്കിൽ മുസ്ലിം വിരോധവും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സംഘി, കൃസംഗി, മുസംഗി, എച്ചിലുകളും ഇതൊന്നും പുറത്ത് കാണിക്കാണ്ട് എന്നാൽ ഞാൻ നല്ലൊരു സംഘിയാണെന്ന് പറയുന്ന പല നിഷ്പക്ഷ പണിക്കന്മാരും നായക്കന്മാരും ഒക്കെ ഉള്ള നാടാണ് നമ്മുടെ നാട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വാർത്ത കാണുമ്പം നല്ല രീതിയിൽ കുരുപൊട്ടും. അത് പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്കത് കാണാൻ പറ്റും.